യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്ന സുഖമില്ലാത്ത ആളാ. നമ്മളായിട്ടൊരു ശല്യത്തിനോ ഉപദ്രവത്തിനോ പോവരുതെന്ന് വിചാരിക്കണ്ടേ? ആ ഗിരിജയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്ക. സാമം ഭേദം ദണ്ണം. അവളെല്ലാം എടുത്ത് പയറ്റിയിട്ടും ദർശനെ തടയാൻ അവൾക്ക് പറ്റിയില്ലല്ലോ. അതിന്റെ ദേഷ്യം മുഴുവനും പറഞ്ഞു തീർക്കുക അവള്. അവൾ അങ്ങനെ ഏഷണി പറച്ചിൽ കൊണ്ട് നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മുമ്പൊക്കെ ഓരോ കുഞ്ഞായ്മയും കുഴപ്പങ്ങളും ഉണ്ടാക്കുമ്പോ തടയാനും തിരിച്ചു പയറ്റാനും ദർശന മുമ്പിൽ നിൽക്കുമെന്ന ഒരു ഉൾഭയം അവക്കുണ്ടായിരുന്നു. ഇപ്പൊ കല്യാണ പെണ്ണായി പോയില്ലേ? അവക്ക് രൂപേഷിന്റെ കാര്യം നോക്കണം. ഇവളെ സമാധാനിപ്പിച്ചു കൂടെ നിർത്തണം. അതിന്റെ കൂടെ സുമംഗലയുടെ സുഖമില്ലായ്മയും. എല്ലാം കൊണ്ടും വന്ന് കേറും മുമ്പ് തലയിലെല്ലാം കൂടെ എടുത്തു വെച്ച മട്ടില് ബുദ്ധിമുട്ടുവാ ആ പാവം കൊച്ച്. ദർശനെ ഈ പറഞ്ഞ സുമംഗലെ പോലെയാ. സുമംഗലയ്ക്കാണെങ്കിലോ വിശ്രമിക്കാൻ ഒക്കുന്നില്ല. ദർശനയ്ക്ക് ആരെയും പിണക്കാനും പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവള് വന്ന് കേറിയില്ല, അതിനു മുമ്പ് അവള് ഭരിക്കാൻ തുടങ്ങിയെന്ന് പറയില്ലേ? ഒന്നിനു 10 പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ ഇവിടുത്തെ പെണ്ണുങ്ങള്. യതി ഇപ്പൊ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട്. അതിനു പകരം രഞ്ജിനിയും വീണയും ഗിരിജയുടെ കൂടെ കൂടിയിരിക്കല്ലേ. എല്ലാം ചെന്ന് വീഴുന്നതോ ഒന്നുകിൽ സുമംഗലയ്ക്ക് നേരെ, അല്ലെങ്കിൽ പാവം ദർശനയ്ക്ക് നേരെ. ഏതായാലും മുത്തശ്ശി പറഞ്ഞത് നേരാ. കല്യാണത്തിന് മുന്നിട്ട് നിന്നത് തന്നെ അവനാ. എന്തായാലും ഏട്ടത്തിക്കെതിരെ അവൻ നിന്നപ്പോ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഞാനാ. പവിത്രനും ഗിരിജയും ഒക്കെ ഏട്ടത്തിയുടെ തന്നെ ആൾക്കാരല്ലേ. വിശ്വേട്ടന്റെ അനിയൻ തന്നെ കുടുംബത്തിനെതിരെ നിന്നാ പിന്നെ അവൻ ഇങ്ങനെ മാറിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോഴാ ഒരാങ്ങളെ എനിക്കുണ്ടെന്ന് തോന്നിയത്. ഇത് ദർശന കുഞ്ഞിന്റെ കയ്യില ഇനി മരുവത്തൂരിന്റെ താക്കോലെന്ന് കരുതിയുള്ള ഒരു കളം മാറ്റി കളിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, മണിയപ്പ പറഞ്ഞതാ അതിന്റെ ശരി. അവനെ പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങോട്ട് നമ്പണ്ട. എന്നാലും ഇത്തവണ അവന്റെ ശല്യം കുറഞ്ഞു കിട്ടിയില്ലേ? അവൻ കൂടെ നിന്ന് അവന് മാത്രമല്ല കുടുംബത്തിനും നല്ലതാ. ഞങ്ങള് കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് നോക്കാന്ന് പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ മാഡത്തിന്? ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മറ്റാരോടും തുറന്നു പറയില്ല. ശരീരത്തിനായാലും ഇനി മനസ്സിലെ പ്രയാസങ്ങളായാലും അതാ സുമംഗലയുടെ സ്വഭാവം. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കുമായിരുന്നല്ലോ. അതൊന്നും പ്രശ്നമല്ല. എവിടെയാ മാഡം ഉള്ളത്? മുറി തന്നെ ഉണ്ട്. ഗീതമ്മേ, ഡോക്ടറെ വിളിച്ചോണ്ട് ചെല്ലാം. വരും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. BP ഒന്ന് ചെക്ക് ചെയ്യൂ. ഹൗ ആർ യു? ഫീൽ ഗുഡ് ഓർ എനി പ്രോബ്ലം? ഇപ്പോ കുറച്ച് ക്ഷീണമുണ്ട്, അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ തോന്നുന്നില്ല. മനസ്സിന് ടെൻഷനുണ്ട്, അതാ BP കൂടുന്നത്. മാഡം, ഇങ്ങോട്ടെത്താനും മരുമകളെ സ്വീകരിക്കാനുമായിരുന്നല്ലോ തിടുക്കം. അതാ പ്രധാനമായും ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിച്ചത്. ഹോസ്പിറ്റലിൽ വെച്ച് രക്തക്കുറവും വിളർച്ചയും ഉണ്ടായിരുന്നു. മനസ്സിന് സമാധാനവും സന്തോഷവും വരുമ്പോ പാതി അസുഖം കുറയും. താനൊരു രോഗിയാണ്, കിടപ്പിലാണ് എന്നൊക്കെ തോന്നി തുടങ്ങിയ നമ്മുടെ ഇന്റേണൽ ഓർഗൻസും ബ്രെയിനും ഒക്കെ ഒപ്പം തളരും. എപ്പോഴും ആക്റ്റീവായി എന്തെങ്കിലുമൊക്കെ എൻഗേജായി ഇരിക്കുമ്പോ ബോഡിയും അതുപോലെ റിലാക്സ് ആവും. സിസ്റ്റർ, BP എത്രയാ?
160/90 മാഡം. ആ പൾസോ 110 മാഡം. പേടിക്കാനൊന്നുമില്ല. മനഃശക്തിയാണ് പ്രധാനം. സെൽഫ് കോൺഫിഡൻസ്. തന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തീരുമാനിച്ചാ അത് മതി അസുഖം മാറാൻ. ആ എന്തായാലും ഒരു ട്രിപ്പ് കൊടുത്തേക്കൂ. എവിടെ പുതുമണവാട്ടി? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഇപ്പോ മരുമകൾ സ്ഥാനത്തേക്ക് പുതുതായി വന്നെങ്കിലും മാഡത്തിന്റെ പഴയ സെക്രട്ടറി ആയിരുന്നല്ലോ അല്ലേ? അവര് രണ്ടുപേരും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്ക. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെയാ. കല്യാണത്തിന് മുമ്പ് അവൾ അവിടെയായിരുന്നു. ഡ്രസ് എടുക്കാനോ മറ്റോ പോയതാ. ഡോക്ടർ, ദർശനയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്, അഞ്ജന. നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഹൈലി ടാലന്റഡാ. ഗീതമ്മേ, ദർശനയോടും അഞ്ജനയോടും വരാൻ പറ. ആ വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. ഒരു എമർജൻസി ഉണ്ട്. ഡോക്ടർ, ഒരു 2 മിനിറ്റ് ഞാൻ ഫോണിൽ വിളിച്ചു പറയാം. ഡോക്ടർ വന്നിട്ട് കാണാതെ പോയ അവർക്ക് വിഷമാവൂലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡ്യൂട്ടിക്കിടെ ഇറങ്ങി വന്നതാ. നേഴ്സ് ഇവിടെ നിൽക്കട്ടെ. ട്രിപ്പ് മാത്രമല്ല, കുറച്ച് മെഡിസിൻസും IV ആയിട്ട് തരാനുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞതേ ഉള്ളൂ. ഹെൽത്ത് നോർമൽ കണ്ടീഷനിലായിട്ടില്ല. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. സിസ്റ്റർ, കുറച്ചു നേരം ഇതൊന്ന് നിർത്തിവെക്കാൻ പറ്റുമോ? എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാ. ശരി മാഡം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ, ഞാൻ പുറത്തുണ്ടാവും. അല്ല, മോളിതെവിടെ പോവാ? ഇവിടെ ഇരിക്കേ. മാഡം, അതെ, അഞ്ജനമോള് മിടുക്കിയ. ഞാൻ കരുതിയതിലും അപ്പുറം കഴിവുള്ള കുട്ടിയാ എന്റെ മോന്റെ ചോട്ടു. ദൈവം ഫിസിക്കലി ഒരാൾക്ക് ജന്മനാ ഒരു കുറവ് കൊടുത്താൽ അതിനു പകരം എന്തെങ്കിലും ഒരു സിദ്ധി അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാ അവര് ദൈവത്തിന്റെ കുട്ടികൾ എന്ന് പറയുന്നത്. ചോട്ട് വരയ്ക്കുന്ന തന്നെ എന്തൊരു അതിശയ. ഒരു പടം എത്ര വേഗം അവള് വരച്ചു തീർക്കുന്നേ. അവളെ നമുക്ക് ചിത്രം വരയ്ക്കല് പഠിപ്പിക്കണോമേ. അതിനെന്താ, പഠിപ്പിക്കാലോ. നീ അങ്ങ് തീരുമാനം എടുത്താ പോരെ. അതിനെന്തിനാ എന്റെ അനുവാദം? ഗീതമ്മ മാഡം പറഞ്ഞു ഡോക്ടർ വന്നിട്ട് പോയിന്ന്. എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമാ. എത്ര സിമ്പിളാ. ഡോക്ടറാണെന്നുള്ള ഒരു നാട്യമോ അതിന്റെ ഒരു ഗമയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ. ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ ഗസ്റ്റ് ഹൗസ് വരെ പോയിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അമ്മായി ഇവിടെ അങ്ങ് കൂടിയ മട്ട. ഒരിക്കൽ ഞങ്ങളോടൊപ്പം താമസിക്കാൻ കൂടിയതാ. പിന്നെ അച്ഛനും ഞങ്ങളും വീടുപേക്ഷിച്ച് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടി വന്നു. അവിടെ വെച്ചാ. അല്ല, ഡോക്ടറിന് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? അതൊക്കെ ഗീതമ്മ നോക്കിക്കൊള്ളും. ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ശാസിക്കാൻ ഒരു അവസരം ഗീതമ്മയായിട്ടുണ്ടാക്കില്ല. പിന്നെ ഇവിടുത്തെ ഹിംസ്ര ജന്തുക്കളെ പോലെ സ്വത്തിനും പണത്തിനും കടിപിടി കൊടുത്തുമില്ല. ആ അറിഞ്ഞോ, മുത്തശ്ശി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക ഗീതമ്മേ. മുത്തശ്ശിയുടെ പേരിലുള്ള 1-2 ട്രസ്റ്റുകളും പിന്നെ കുടുംബക്ഷേത്രവും ഒക്കെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഗീതമ്മയാ മുത്തശ്ശി കണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുത്തശ്ശി സെഞ്ചുറി തികച്ചിട്ടേ ഇവിടുന്ന് മടങ്ങൂന്ന്. കാരണം എന്താന്നോ, മുത്തശ്ശിക്ക് ഒരസുഖവും ഇല്ല. പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല. ആ മുത്തശ്ശിയുടെ പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നല്ല സ്ട്രോങ് ആ. പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ
തേങ്ങയുടെ തൊണ്ട് വേണമെങ്കിൽ കടിച്ചു പൊതിക്കും. പക്ഷെ എന്റെ സ്ഥിതി അങ്ങനെയല്ല. മാഡം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട.